ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മണ്ണാർക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ വിനോജ് വിയെയും സംഘവും ആനമൂളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് വിദേശ മദ്യവുമായി രണ്ടുപേരെ പിടികൂടിയത്. മേഖലകളിൽ അധിക ലാഭത്തിന് വേണ്ടി കാഞ്ഞിരം, മണ്ണാർക്കാട് എന്നീ KSPCയിൽ നിന്നും കൂടുതൽ അളവിൽ മദ്യം വാങ്ങി അട്ടപ്പാടി മേഖലയിൽ വിൽക്കുന്നതിലേക്കായി കുറേ ആൾക്കാരുണ്ടെന്നുള്ള ഒരു രഹസ്യവിവരം പല പ്രാവശ്യമായി ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ കൂടുതൽ നിരീക്ഷണം നടത്തി വരവെ ഇന്നലെ രാത്രി അട്ടപ്പാടി ഭാഗത്തുള്ള അബ്ദുൾ സലാം, ഷബീർ എന്നീ വ്യക്തികൾ മദ്യം വാങ്ങി ഇതേപോലെ കടത്തുന്നതായിട്ടുള്ള രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആനമൂളി ഭാഗത്ത് വെച്ച് തടയുകയും തത്സമയം ഈ പറയുന്ന ഷബീർ ഇല്ലായിരിക്കുകയും സലാമിനെ ഞങ്ങൾ പിടിച്ചു. ആയത് സലാമിൻ്റെ നിന്നും ഒരു ബൈക്കിൽ നിന്നും 48 ലിറ്റർ മദ്യം, അളവിൽ കൂടെ 48 ലിറ്റർ മദ്യം 2 ബാഗ്, ഷോൾഡർ ബാഗുകളിലാക്കി കടത്തിക്കൊണ്ടുപോയതായിരുന്നു. ആയത് ഞങ്ങൾ കണ്ടുപിടിച്ച് ഈ എന്തിനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചതിൽ പിന്നെ ഈ ഷബീർ എന്ന് പറയുന്ന വ്യക്തിയാണ്, അട്ടപ്പാടിയുള്ള ഷബീർ എന്ന വ്യക്തിയാണ് ഈ പൈസ ഇത്രയും കൂടുതൽ രൂപ ഇതിന് മുതൽ മുടക്ക് നൽകുകയെന്നും ആയത് അട്ടപ്പാടി മേഖലകളിൽ കൊണ്ടെത്തിച്ച് പല ഭാഗങ്ങളിൽ വിൽപ്പന നടത്തി കിട്ടുന്ന ലാഭം ഇവർ രണ്ടുപേരും വീതിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് ഈ പരിപാടി. ഇത് ആദ്യമായിട്ടല്ല, ഇവർ ഏകദേശം കുറേ നാളുകൾ കൊണ്ട് ആഴ്ചയിൽ തന്നെ 3 തവണയായിട്ടൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളിത് നിരീക്ഷണത്തിലാക്കിയിരുന്നു. ഇനി ഇതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രിവൻറ്റീവ് ഓഫീസർ ഗൈഡുമാരായ ഹംസ, സജീവ്, മോഹനൻ, സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജേഷ്, നമ്മൾ ഡ്രൈവറായ അനീഷ്, അങ്ങനെ ഞങ്ങൾ നല്ലൊരു പിന്നെ മണ്ണാർക്കാട് സർക്കിളിൽ നിന്നും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പാടുപെട്ടാണ് കാര്യം ഇവർ കൂടുതൽ എസ്കോട്ടൊക്കെ ഇട്ടാണ് ഇങ്ങനെ പോകുന്നത്. കാര്യം നമ്മളവിടെ ഉണ്ടോ, ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നൊക്കെ ആദ്യം ഈ കൊണ്ടുപോകുന്ന വണ്ടിയുടെ പുറകിലും മുന്നിലുമായിട്ട് എസ്കോട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് കണ്ടെത്തി. ഇനിയും ഇതേപോലെ പോകുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കേസ് രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കിട്ടിയത് വേറെ ഈ അബ്ദുൾ സലാമിൻ്റെ മൊഴി രേഖപ്പെടുത്തി മൊഴിയിൽ നിന്നും ഷബീറാണെന്നുള്ള നമുക്ക് പൂർണ്ണ ബോധ്യമായതിനാൽ കാര്യം മുതൽ മുടക്കൊക്കെ ഷബീറാണ് ലാഭം. അപ്പം ഈ ഷബീറിനെ ഞങ്ങൾ വിളിച്ചു വരുത്തി ഞാൻ നോട്ടീസ് നൽകി, നിയമാനുസൃത നോട്ടീസ് നൽകി ഷബീറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളുടെ സലാമിനെ കൊണ്ട് എന്താണെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി ഷബീറിൻ്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ടിയാനെ നിയമാനുസൃതം അറസ്റ്റ് ചെയ്ത് 2ാം പ്രതി സ്ഥാനത്ത് ചേർത്തിട്ടുള്ളതാണ്. KL 54E 8336 ബജാജ് പൾസർ ബൈക്കിൽ അനധികൃതമായി അട്ടപ്പാടിയിലേക്ക് കടത്തുകയായിരുന്ന 48 ലിറ്റർ ജവാൻ, XXX റം എന്നിവ അടങ്ങിയ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടിയത്. 2 വലിയ ഷോൾഡർ ബാഗുകളിലായാണ് ഇവർ മദ്യം സൂക്ഷിച്ചിരുന്നത്. കള്ളമല വില്ലേജിലെ താവളം മുല്ലത്തൊടി വീട്ടിൽ 36-കാരൻ അബ്ദുൾ സലാം എന്നയാളെ സംഭവ സ്ഥലത്തു വച്ചും തെങ്കര മണലടി കൊടിയിൽ വീട്ടിൽ 41-കാരൻ ഷബീർ എന്നയാളെ മണ്ണാർക്കാട് വച്ചും അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് കാഞ്ഞിരം ബിവറേജിൽ നിന്നും പല സമയങ്ങളിലായി വാങ്ങി സൂക്ഷിക്കുന്ന മദ്യം രാത്രികാലങ്ങളിലാണ് ഇവർ അട്ടപ്പാടിയിലേക്ക് കടത്തിയിരുന്നത്. മദ്യലഭ്യതയില്ലാത്ത മേഖലയായ അട്ടപ്പാടിയിൽ 3 ഇരട്ടി വിലയ്ക്കാണ് യഥാക്രമം 1ഉം 2ഉം പ്രതികളായി ഇവർ രണ്ടുപേരും മദ്യം വിറ്റുകൊണ്ടിരുന്നത്. കുറച്ചു ദിവസങ്ങളായി മണ്ണാർക്കാട് ഷാഡോ എക്സൈസ് സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. എക്സൈസ് സംഘം വാഹന പരിശോധന നടത്തുന്നത് കണ്ട് നിർത്താതെ പോയ ഇരുചക്ര വാഹനത്തെ സാഹസികമായി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പ്രതികളെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർ ഹംസ A, മോഹനൻ, സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജേഷ്, എക്സൈസ് ഡ്രൈവർ അനീഷ് എന്നിവർ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു.